ഹലോ ഗായ്സ്, ഇന്ന് വാഗമണ്ണിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? ഒറ്റ ദിവസം കൊണ്ട് വാഗമണ്ണിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരിക്കാട് വ്യൂ പോയിന്റ് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് കാരിക്കാട് വ്യൂ പോയിന്റ്. പോകുന്ന വഴിക്ക് ധാരാളം മൊട്ടക്കുന്നുകളെല്ലാം കാണാം. ഞാൻ പോയ സമയത്ത് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു ആ സമയത്ത്. ഇന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ വാഗമണ്ണിൽ നിന്ന് കാഞ്ഞാർ വഴിയുള്ള റൂട്ടിലേക്കാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് കാണുന്നൊരു മൊട്ടക്കുന്ന് കയറി അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ധാരാളം മൊട്ടക്കുന്നുകൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ ഇനി അടുത്തത് പോയത് വാഗമൺ ഏലപ്പാറ റൂട്ടിലുള്ള പൈൻ വാലി. അവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 10 രൂപ. ധാരാളം ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലം. ധാരാളം പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു രസമുള്ള സ്ഥലമാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാഗമൺ ഹിൽ ഗാർഡൻ അഡ്വഞ്ചർ പാർക്കിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. പിന്നെ ഇവിടെ ധാരാളം പൂക്കളും പിന്നെ കുറേ ചെടികളൊക്കെ കാണാം ഇവിടെ. ഈ പച്ചപ്പിൻ്റെ ഇടയിലുള്ള നടത്തം വളരെ മനോഹരമായിരുന്നു. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടി ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്താണ് നമ്മളെന്ന് വിചാരിച്ചു. അത്രയും നല്ല രസം. നിരവധി ഡാലിയ പൂക്കൾ ഇവിടെ കാണാം. വ്യത്യസ്ത നിറത്തിലുള്ള ഡാലിയ പൂക്കൾ. നല്ല രസമുള്ളൊരു കാഴ്ചയാണിത്. ഇനി അടുത്തത് വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റൂട്ടിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ധാരാളം തേയിലത്തോട്ടം കാണാം. വ്യത്യസ്ത ആകൃതിയിലും ഒക്കെ കാണാൻ നല്ല രസമാണ്. വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റൂട്ട് ഏതൊരു മലയാളിയും സഞ്ചരിക്കേണ്ട റൂട്ടാണ്. ശരിക്കും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് അല്ലെ വാഗമൺ വഴി കാഞ്ഞാറിലേക്ക് പോകുന്നത് വളരെ നല്ലൊരു യാത്രയാണ്. മനസ്സിന് കുളിർമ തരുന്ന യാത്ര. പുള്ളിക്കാനത്ത് നിന്ന് കാഞ്ഞാർ പോണ റൂട്ടിൽ ദൂരെ നമുക്ക് ആ മലയിലെ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റും.